വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക്, ഈശോയുടെ തിരുമുഖത്തെ ആരാധിക്കുന്ന ആരാധനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം: ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ രണ്ട് തരത്തിൽ പോകുന്നവരായിട്ട് മാറാൻ സാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ചിലപ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയാവാം. അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ആ ജീവിതം ഒരു നിരാശയിലേക്ക് പോകും. കാരണം ലോകത്തിൻ്റെ മോഹങ്ങൾ നിലനിൽക്കുന്നതല്ല, അത് കടന്നു പോകുന്നവയാണ്. അപ്പൊ ലോകത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു ജീവിതശൈലി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കണം. അത് കടന്നു പോകുന്നവയാണ്, നിലനിൽക്കുന്നവയല്ല. ഈശോ പറയുകയാണ്, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകണം. അങ്ങനെ ഒരു ആഗ്രഹം, ഉറച്ച ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മളൊന്ന് തിരിച്ച് നോക്കുക. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഹിതം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാൻ എനിക്ക് കൃപ തരണം. അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ്, എപ്പോഴും അങ്ങയുടെ ഹിതം അന്വേഷിക്കുവാനുള്ള ഒരു ആഗ്രഹം എനിക്ക് നൽകണമേ. ആ ആഗ്രഹം അത് അങ്ങയുടെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെ മാറ്റണമേ. ഒരു ഗാഠത്തിൽ ഇരടിയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ദൈവഹിതം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണം. നിറഞ്ഞവരെ, ഈശോ പിതാവായ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിച്ച വ്യക്തിയാണ്. സ്വർഗം സ്വന്തമാക്കാൻ ദൈവഹിതം നിറവേറ്റണം. നമ്മുടെ ഈ ഭൂമിയിൽ വെച്ച് മാത്രമാണ് നമ്മൾ ദൈവഹിതം നിറവേറ്റുക. അങ്ങനെ നിറവേറ്റി ജീവിക്കുന്ന വ്യക്തികളാണ് വിശുദ്ധരായി മാറുന്നത്. അപ്പോ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഓരോ മിനിറ്റുകളും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം.
ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവെ, ഈശോയെ, പിതാവായ ദൈവത്തിൻ്റെ ഹിതം അങ്ങ് നിറവേറ്റിയതുപോലെ എപ്പോഴും അങ്ങയുടെ ഹിതം നിറവേറ്റി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതി ആരാധന. ദൈവ